ഹായ് എവരിവൺ. ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈമുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്രഷൻസ് ആണ്. സമയവുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്രഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ട് ഒരുങ്ങാം. ഏറ്റവും ആദ്യത്തെ എക്സ്പ്രഷൻ ആണ് അബൌട്ട് ടൈം. അബൌട്ട് ടൈം എന്ന് പറഞ്ഞാല് കൃത്യസമയത്തിന്, അതത് കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അബൌട്ട് ടൈം എന്നുള്ള എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് അബൌട്ട് ടൈം എങ്ങനെ സെന്റൻസുകളിൽ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഇറ്റ്സ് അബൌട്ട് ടൈം യു ടൈഡിഡ് അപ്പ് യുവർ റൂം. ഇറ്റ്സ് അബൌട്ട് ടൈം യു ടൈഡിഡ് അപ്പ് യുവർ റൂം. അതായത് നിന്റെ മുറി കറക്റ്റ് സമയത്താണ്, അതായത് അത് ചെയ്യേണ്ട സമയത്ത് തന്നെയായിരുന്നു നീ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയത് എന്നാണ് ടൈഡിഡ് അപ്പ് യുവർ റൂം എന്നതിലൂടെ പറയുന്നത്. അപ്പൊ കറക്റ്റ് ടൈമിനാണ് ചെയ്തതെന്നുള്ളതിനാണ് നമ്മളിവിടെ അബൌട്ട് ടൈം ഉപയോഗിച്ചത്. It's about time you learned how to cook. It's about time you learned how to cook. എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് നീ കൃത്യസമയത്ത് തന്നെ പഠിച്ചു. It's about time we got a new car. It's about time we got a new car. നമുക്ക് ഒരു കാർ കിട്ടിയത് കറക്റ്റ് കിട്ടേണ്ട സമയത്ത് തന്നെയാണ് കിട്ടിയത്. It's about time you apologized for what you said. It's about time you apologized for what you said. നീ എന്താണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച് നീ അനുദപിച്ചത് അല്ലെങ്കിൽ മാപ്പ് ചോദിച്ചത് അത് കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് തന്നെയാണ് നീ ചെയ്തത്. രണ്ടാമത്തെ എക്സ്പ്രഷൻ ആണ് ടൈം ടു ഗോ. ടൈം ടു ഗോ അതായത് ചെയ്യേണ്ട സമയത്ത്, പോകേണ്ട സമയത്ത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്ക് സെന്റൻസുകൾ നോക്കാം. It's time to go. The show starts in 40 minutes. It's time to go. The show starts in 40 minutes. 40 മിനിറ്റിനുള്ളിൽ ഷോ തുടങ്ങും, നമുക്ക് പോകാൻ സമയമായി. I think it's time to go our separate ways. I think it's time to go our separate ways. അതായത് നമുക്ക് നമ്മളുടെ ഇരുവഴികളിലേക്ക് പിരിഞ്ഞു പോകേണ്ട സമയമായി. It's time to go and make some money. It's time to go and make some money. പണം ഉണ്ടാക്കാനായിട്ട് പോകാനുള്ള സമയമായി. ഇനി പോകാൻ സമയമായോ എന്നെങ്ങനെ ചോദിക്കും? ഈസ് ഇറ്റ് ടൈം ടു ഗോ? ഈസ് ഇറ്റ് ടൈം ടു ഗോ? അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ടൈം ഈസ് ഓൺ യുവർ സൈഡ്. ടൈം ഈസ് ഓൺ യുവർ സൈഡ് അതായത് നമുക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ, നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്, നമ്മൾ കഷ്ടപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ ഒരു മനോഭാവമില്ലേ, അതാണ് ടൈം ഈസ് ഓൺ അവർ സൈഡ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സെന്റൻസുകൾ നോക്കാം. We don't need to rush this decision. Time is on our side. We don't need to rush this decision. Time is on our side. അതായത് നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പെട്ടെന്ന് തീരുമാനമൊന്നും എടുക്കേണ്ട, നമുക്ക് സമയമുണ്ട് എന്നാണ് ഇതിനർത്ഥം. We have been patient so far. Time is on our side. We have been patient so far. Time is on our side. അതായത് നമ്മൾ ഇത്രയും സമയം നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നു, നമുക്ക് സമയമുണ്ട് എന്നാണ് ഇതിനർത്ഥം. The project is still in its early stages. The time is on our side. The project is still in its early stages. Time is on our side. അതായത് പ്രോജക്റ്റ് അതിന്റെ ആദ്യത്തെ ഘട്ടങ്ങളിലാണ്, പക്ഷെ നമുക്ക് സമയമുണ്ട് അത് ചെയ്യാനായിട്ട് എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് എ മാറ്റർ ഓഫ് ടൈം. എ മാറ്റർ ഓഫ് ടൈം. മാറ്റർ ഓഫ് ടൈം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഊഴം എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ അതായത് നമ്മൾ ചെയ്യേണ്ട സമയമാണിത്. അതാണ് മാറ്റർ ഓഫ് ടൈം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് മാറ്റർ ഓഫ് ടൈം സെന്റൻസുകളിൽ ഉപയോഗിച്ച് നോക്കാം. ഐ തിങ്ക് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ഫോർ ഹിം ടു വിൻ. ഐ തിങ്ക് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ഫോർ ഹിം ടു വിൻ. ഇത് അവന് ജയിക്കാനുള്ള ഊഴമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇത് നിന്റെ ടൈമാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് ആണ്. നോക്കാം. ഇഫ് യു കീപ് പ്രാക്ടീസിങ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടൈം ബിഫോർ യു ടു മാസ്റ്റർ ദാറ്റ് സ്കിൽ. If you keep practicing, it's a matter of time before you to master that skill. അതായത് ആ ഒരു സ്കിൽ, ആ നൈപുണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഊഴം അല്ലെങ്കിൽ നിന്റെ ഒരു സമയമാണ് ഇത്, ഇപ്പോൾ നീ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്നാണ് ഇതിനർത്ഥം. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ബിഹൈൻഡ് ദ ടൈംസ്. ബിഹൈൻഡ് ദ ടൈംസ്. ബിഹൈൻഡ് ദ ടൈംസ് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് കാണിക്കുന്നത്. ഔട്ട്ഡേറ്റഡ്, പഴയ കാലത്തുള്ളത് എന്ന് പറയുന്ന രീതിയിൽ, പണ്ട് കാലത്തെ എന്നൊക്കെ പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബിഹൈൻഡ് ദ ടൈംസ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ബിഹൈൻഡ് ദ ടൈംസ് സെന്റൻസുകളിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം.
My mom refused to use WhatsApp. She is so behind the times. My mom refused to use WhatsApp. She is so behind the times. അമ്മ കുറെ പഴഞ്ചനാണെന്നൊക്കെ പറയൂലേ, അതുകൊണ്ട് അമ്മയ്ക്ക് വാട്സപ്പ് ഉപയോഗിക്കുന്നതിന് വലിയ ഇഷ്ടമല്ല എന്നാണ് ഇതിന്റെ അർത്ഥം. My grandfather is bit behind the times when it comes to using technology. My grandfather is bit behind the times when it comes to using technology. ടെക്നോളജി ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊക്കെ വരുമ്പോഴേക്കും എൻ്റെ ഗ്രാൻഡ് ഫാദർ ഭയങ്കര പഴഞ്ചനാണ്. The company's marketing plan is a little behind the times. The company's marketing plan is a little behind the times. അതായത് കമ്പനിയുടെ ആ മാർക്കറ്റിംഗ് പ്ലാൻ ഭയങ്കര പഴഞ്ചനാണ് എന്നാണ് ഇതിനർത്ഥം. അടുത്തൊരു എക്സ്പ്രഷനാണ് ടൈംസ് അപ്പ്. ടൈംസ് അപ്പ് അതായത് സമയം തീരാൻ പോകുന്നു എന്നുള്ളൊരു എക്സ്പ്രഷനാണ് ടൈംസ് അപ്പ്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. എക്സാമിനേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പരീക്ഷ തീരാൻ സമയമായി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ പറയും? ടൈംസ് അപ്പ്, പുട്ട് യുവർ പെൻസ് ഡൗൺ. ടൈംസ് അപ്പ്, പുട്ട് യുവർ പെൻസ് ഡൗൺ. ഇതാ പരീക്ഷ തീരാൻ പോകുന്നു, എല്ലാവരും എഴുത്ത് നിർത്തുക എന്നാണ് ഇതിനർത്ഥം. ദ ഗെയിം ഈസ് ഓവർ, ടൈംസ് അപ്പ്. ദ ഗെയിം ഈസ് ഓവർ, ടൈംസ് അപ്പ്. സമയമായി, കളി തീർന്നു. യുവർ ടൈം ഈസ് അപ്പ്, യു നീഡ് ടു ലീവ് ദ പ്രിമൈസസ്. യുവർ ടൈം ഈസ് അപ്പ്, യു നീഡ് ടു ലീവ് ദ പ്രിമൈസസ് എന്ന് പറഞ്ഞാല് ദാ നിന്റെ സമയം കഴിഞ്ഞു, നീ ഇനി സ്ഥലം വിടുക എന്നാണ് ഇതിനർത്ഥം. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് എ വൈൽ ബാക്ക്. എ വൈൽ ബാക്ക് അതായത് പഴയ ഏതോ ഒരു സമയത്ത് എന്നുള്ള അർത്ഥമാണ് എ വൈൽ ബാക്ക്. കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് എ വൈൽ ബാക്ക്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. The dentist fixed my bad tooth a while back. Now it is fallen down. The dentist fixed my bad tooth a while back. Now it's fallen down. അതായത് എൻ്റെ കേടായ പല്ല് ഡെന്റിസ്റ്റ് ശരിയാക്കി തന്നതാണ്, പക്ഷെ ഇപ്പൊ അത് പോയി. ഡെന്റിസ്റ്റ് കുറെ നാൾ മുമ്പ് ശരിയാക്കി തന്നതാണ്, പക്ഷെ ഇപ്പൊ അത് പോയി എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. I remember when we first met a while back. I remember when we first met a while back. കുറെ നാളുകൾക്ക് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഞാൻ ഓർക്കുന്നു. I haven't seen my family in a while back. I haven't seen my family in a while back. കുറെ നാളത്തേക്ക് ഞാൻ എൻ്റെ കുടുംബത്തെ കണ്ടിട്ടില്ല. A while back I was into watching TV shows. A while back I was into watching TV shows. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും ഇരുന്ന് TV ഷോസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ahead of time. ahead of time എന്ന് വെച്ചാൽ സമയത്തിന് മുമ്പേ, കാലത്തിന് മുമ്പേ എന്നൊക്കെയുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ahead of time. ahead of time എങ്ങനെ സെന്റൻസുകൾ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. Tina will prepare food for the party ahead of time. Tina will prepare food for the party ahead of time. അതായത് പാർട്ടി നടത്തുന്നതിനുള്ള ഭക്ഷണം ടീന സമയത്തിന് മുമ്പേ തയ്യാറാക്കും. പാർട്ടിക്കുള്ള ഭക്ഷണം ടീന സമയത്തിന് മുമ്പേ തയ്യാറാക്കും. The package arrived a week ahead of time. The package arrived a week ahead of time. അതായത് ഒരു പാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വരുന്ന സമയത്തിന് ഒരാഴ്ച മുമ്പേ അത് വന്നു എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. She always plans her vacations ahead of time. She always plans her vacations ahead of time. അവൾ അവളുടെ അവധിക്കാലത്തെക്കുറിച്ച് മുൻകൂട്ടി പ്ലാൻ ചെയ്യുമായിരുന്നു. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് all along. all along. all along എന്നതിനർത്ഥം all the time from the beginning, അതായത് ആരംഭം മുതലേ ഇപ്പോൾ വരെ എന്നൊക്കെ പറയില്ലേ, എല്ലാ സമയത്തും. അതാണ് all along എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് സെന്റൻസുകൾ നോക്കാം. He had been planning all along. He had been planning all along. അവൻ മുമ്പേ തുടങ്ങി ഇപ്പോഴും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. She knew all along that she was lying. She knew all along that she was lying. അവൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് മുമ്പേ തുടങ്ങി ഇപ്പോഴും അറിയാം, അല്ലെ? മുമ്പേ തുടങ്ങി അറിയാമായിരുന്നു, ഇപ്പോഴും അറിയാം. I had a feeling all along that something was wrong. I had a feeling all along that something was wrong. എന്തൊക്കെയോ കുഴപ്പമുണ്ടായിരുന്നെന്ന് എനിക്ക് ആദ്യം മുതലേ തന്നെ അറിയാമായിരുന്നു എന്നാണ് ഇതിനർത്ഥം.
അടുത്തൊരു എക്സ്പ്രഷൻ ആണ് എവ്രി നൗ ആൻഡ് ദെൻ. എവ്രി നൗ ആൻഡ് ദെൻ. എവ്രി നൗ ആൻഡ് ദെൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒക്കേഷണലി, ചിലപ്പോഴൊക്കെ എന്നുള്ള രീതിയിലാണ്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. എവ്രി നൗ ആൻഡ് ദെൻ ഐ ക്രേവ് ഫോർ എ ചോക്ലേറ്റ് കേക്ക്. എവ്രി നൗ ആൻഡ് ദെൻ ഐ ക്രേവ് ഫോർ എ ചോക്ലേറ്റ് കേക്ക്. അതായത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചോക്ലേറ്റ് കേക്ക് തിന്നണമെന്ന് ആഗ്രഹവും തോന്നാറുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഐ ലൈക്ക് ടു വാച്ച് മൂവീസ് എവ്രി നൗ ആൻഡ് ദെൻ. ഐ ലൈക്ക് ടു വാച്ച് മൂവീസ് എവ്രി നൗ ആൻഡ് ദെൻ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സിനിമ കാണുന്നത് ഇഷ്ടമാണ്. എവ്രി നൗ ആൻഡ് ദെൻ ഐ ഗോ ടു വിസിറ്റ് മൈ ഫാമിലി. എവ്രി നൗ ആൻഡ് ദെൻ ഐ ഗോ ടു വിസിറ്റ് മൈ ഫാമിലി. എന്റെ കുടുംബത്തെ ഞാൻ ഇടയ്ക്ക് പോയി സന്ദർശിക്കാറുണ്ട്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് എവ്രി സോ ഓഫൺ. അതായത് സം ടൈംസ് എന്നുള്ളതാണ്, ചില സമയത്തൊക്കെ. അതായത് എവ്രി സോ ഓഫൺ എന്ന് പറഞ്ഞാൽ സം ടൈംസ്, ഇടയ്ക്ക്, ചിലപ്പോഴൊക്കെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഐ ഗോ ടു വാച്ച് മൂവി എവ്രി സോ ഓഫൺ. ചിലപ്പോഴൊക്കെ ഞാൻ സിനിമക്ക് പോകാറുണ്ട്. ഐ ഗോ ടു വാച്ച് മൂവി എവ്രി സോ ഓഫൺ. എവ്രി സോ ഓഫൺ ഐ ടേക്ക് എ വാക്ക് ടു ദ സീഷോർ. എവ്രി സോ ഓഫൺ ഐ ടേക്ക് എ വാക്ക് ടു ദ സീഷോർ. ചിലപ്പോഴൊക്കെ ഞാൻ കടൽത്തീരത്തേക്ക് നടക്കാറുണ്ട്. ഇവിടെ ഒരു വ്യത്യാസം എവരി നൗ ആൻഡ് ദെന്നും എവരി സോ ഓഫണും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എവരി നൗ ആൻഡ് ദെൻ എന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ഈ ആഴ്ച, പിന്നെ അടുത്ത ആഴ്ച, അങ്ങനെ ആഴ്ചകളിൽ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് എന്ന്. ഇവിടെ അപൂർവമായിട്ട് ചിലപ്പോൾ എന്നുള്ള രീതിയിലാണ് എവരി സോ ഓഫൺ ഉപയോഗിക്കുന്നത്. അടുത്തൊരു എക്സ്പ്രഷൻ ആണ് ഇൻ നോ ടൈം. ഇൻ നോ ടൈം അതായത് ക്വിക്ക്ലി, പെട്ടെന്ന് എന്നുള്ള അർത്ഥത്തിലാണ് ഇൻ നോ ടൈം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. ആഫ്റ്റർ ദി ഓഫീസ് വർക്ക് ഇൻ നോ ടൈം ഐ വിൽ ബി അറ്റ് ഹോം. ആഫ്റ്റർ ദി ഓഫീസ് വർക്ക് ഇൻ നോ ടൈം ഐ വിൽ ബി അറ്റ് ഹോം. അതായത് ഓഫീസ് വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ ഞാൻ വീട്ടിലുണ്ടാവും. ഇൻ നോ ടൈം ഐ വെന്റ് ടു ഈറ്റ്. ഇൻ നോ ടൈം ഐ വെന്റ് ടു ഈറ്റ്. പെട്ടെന്ന് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയി. ഐ ഹെൽപ്ഡ് ഹെർ ഇൻ നോ ടൈം. ഐ ഹെൽപ്ഡ് ഹെർ ഇൻ നോ ടൈം. പെട്ടെന്ന് തന്നെ ഞാൻ അവളെ സഹായിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടൈം റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിട്ട് ഇന്ന് പഠിച്ചത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സംസാരത്തിൽ ഉൾപ്പെടുത്തുക. വീണ്ടും അടുത്തൊരു പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.